കേരളത്തിൽ നിരവധി രാജവംശങ്ങളുണ്ടെങ്കിലും അറക്കൽ രാജവംശം മാത്രമാണ് മുസ്ലിം രാജവംശമായി അറിയപ്പെടുന്നത്. കണ്ണൂർ ഭരിച്ചിരുന്ന അറക്കൽ രാജവംശത്തിന്റെ ആസ്ഥാനം ആദ്യം ധർമ്മടമായിരുന്നു, പിന്നീട് കണ്ണൂരിലേക്ക് മാറി. ഈ വംശത്തിലെ ഭരണാധികാരികൾ പുരുഷനാണെങ്കിൽ ആലിരാജ എന്നും സ്ത്രീയാണെങ്കിൽ അറക്കൽ ബീവി എന്നും അറിയപ്പെട്ടു. മരുമക്കത്തായം പിന്തുടർന്ന അവരിൽ മുഹമ്മദ് ആലി, ഹസൻ ആലി, ആലി മൂസ, ആലി കുഞ്ഞുമൂസ എന്നിവർ പ്രശസ്തരായ ഭരണാധികാരികളായിരുന്നു. ചിറക്കൽ രാജവംശത്തിലെ ആലി മൂസ ചിറക്കൽ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. 14-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ, മുസ്ലിം നേതാക്കൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ആലി വംശത്തിന്റെ ഉദ്ഭവം 14-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. കോലത്തിരിയുടെ സൈന്യാധിപനായിരുന്ന ആലി മുസൈൻ കുടുംബവും ധർമ്മടത്തായിരുന്നു താമസിച്ചിരുന്നത്. കോലത്തിരിക്കു വേണ്ടി ലക്ഷദ്വീപ് സമൂഹങ്ങൾ ആക്രമിച്ചു കീഴടക്കിയത് ഇദ്ദേഹമാണ്. ഏറെക്കാലം ലക്ഷദ്വീപുകളുടെ ഭരണം അറക്കൽ രാജവംശത്തിനായിരുന്നു. അവർക്ക് അതിശക്തമായ നാവികസേനയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആഴി രാജാവ് എന്ന പേരും കിട്ടി. പിന്നീട് ആഴി രാജാവ് ആലി രാജാവായി മാറി. സുഗന്ധവ്യഞ്ജനങ്ങൾ സമൃദ്ധമായി ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു അറക്കൽ രാജ്യം. 1766 ആലി രാജാവിന്റെ ക്ഷണമനുസരിച്ചാണ് ഹൈദരലി മലബാറിൽ എത്തിയത്. മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണകാലത്തും ഭരണകാലത്തും ആലി രാജവംശത്തിന് പല സൗജന്യങ്ങളും ലഭിച്ചിരുന്നു. ടിപ്പു സുൽത്താന്റെ ഒരു മകൻ ആലി രാജവംശത്തിലെ ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചിരുന്നു. വടക്കേ മലബാറിന്റെ ഭരണം കുറച്ചുകാലത്തേക്ക് മൈസൂർ സുൽത്താൻമാരുടെ കൈവശമായിരുന്നു. ഡച്ചുകാരിൽ നിന്ന് 1772-ൽ കണ്ണൂർ കോട്ട പിടിച്ചടക്കിയതോടെ ആലി രാജാവിന്റെ പ്രശസ്തിയും പ്രതാപവും വർദ്ധിച്ചു. അതുവരെ ചിറക്കൽ രാജാവിന്റെ ഒരു സാമന്തൻ എന്ന പദവി ആലി രാജാവിന് ഉണ്ടായിരുന്നു. എന്നാൽ മലബാറിന്റെ ആധിപത്യം ബ്രിട്ടീഷുകാരുടെ കൈവശം വന്നതോടെ അതിനെല്ലാം അന്ത്യം കുറിച്ചു. അറക്കൽ രാജവംശത്തിലെ ബീവി പരമ്പരയിലെ അവസാന കണ്ണി ആദിരാജ സുൽത്താന സൈനബ് 2006-ൽ 37-ആമത്തെ ബീവിയായി പദവിയേറ്റു. 2018 ജൂൺ 26-ന് മരണമടയുന്നത് വരെ ആ പദവിയിൽ തുടർന്നു. ആദിരാജ സുൽത്താന സൈനബ ആയിഷ് ഷാബി അറക്കൽ രാജവംശത്തിന്റെ അവസാന കണ്ണി ആയിരുന്നു. അറക്കൽ രാജവംശത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.